മേഘന മുരളി ചെയ്യുന്നത്. മേഘന, എന്താണ് ഇനിയിപ്പോൾ കറക്റ്റ് അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് തിരുവനന്തപുരത്തിന്റെ പൊതുവായ ആഘോഷം? പേരൂർക്കടയിലും ശാസ്തമംഗലം സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ ഉള്ളത്. മേഘന, ഒന്നും കേൾക്കുന്നില്ല. അവിടെ വലിയ ശബ്ദമാണ്. ശബ്ദത്തിനിടയിലും എത്ര ശബ്ദം ഉയർത്തി പറഞ്ഞാലും പുറത്തേക്ക് ശബ്ദം കേൾക്കാത്തൊരു സാഹചര്യമുണ്ട്. പേരൂർക്കട ഇപ്പോൾ അവിടെ നേരത്തെ ശ്രീലേഖ IPS, മുൻ IPS ശ്രീലേഖയാണ് മേഘന മുരളിക്കൊപ്പം ഉണ്ടായിരുന്നത്. BJP സ്ഥാനാർത്ഥിയാണ്. LDF അവിടെ 1 അല്ല 4 ഏരിയ സെക്രട്ടറിമാരാണ് അവർ മത്സരരംഗത്തുള്ളത്. ശബരിനാഥനെ പോലെ മികച്ച പ്രതിച്ഛായുള്ള ഒരു നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് UDF അവിടെ കച്ചകെട്ടി ഇറങ്ങിയത് ആണ്. VV രാജേഷ് ഉണ്ട്, ശ്രീലേഖ അടക്കം പ്രധാന നേതാക്കളെ കളത്തിലിറക്കി BJP ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പക്കൽ VVIPകളുണ്ട്. എല്ലാവരുടെയും പക്കൽ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ആൾക്കാർ കരുതിയിരുന്ന സ്ഥാനാർത്ഥികൾ അവിടെ മേയർ സ്ഥാനാർത്ഥിമാരൊക്കെ മത്സരിക്കുന്ന കാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാം. അത് എത്രത്തോളം പ്രാധാന്യം ആ കോർപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ. കാര്യം തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാനമാണ്. അപ്പോൾ അവിടെ ആ കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അതിനിർണായകവും നിയമസഭയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വാതിലുമാണ് ആ കോർപ്പറേഷൻ. മേഘന മുരളി ചെയ്തു. മേഘന, നേരത്തെ പറഞ്ഞ ഒന്നും കേട്ടില്ല, അത്രത്തോളം വലിയ ശബ്ദം അവിടെ ഉണ്ട്. ഈ പ്രചരണം പുരോഗമിക്കുന്നത്. എന്റെ കൂടെ ഉള്ളത് ഇപ്പോൾ ശാസ്തമംഗലത്തെ BJP ഇറക്കിയിട്ടുള്ള തുറുപ്പുചീട്ട് ആ ശ്രീലേഖയാണ്. ആ ശ്രീലേഖ ആദ്യം തൊട്ട് തന്നെ വലിയ വാർത്താ കേന്ദ്രമായിരുന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ് കാണുന്നതല്ലേ പ്രതികരണം? വളരെ ആവേശത്തോടെയാണ് പ്രതികരണം. ജനമെല്ലാം ഒപ്പമുണ്ട്, കൂടെയുണ്ട്. വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നന്നായിട്ട് തോന്നുന്നു. ആഹ്ലാദം, നല്ല ആഹ്ലാദം, സന്തോഷമുണ്ട്. ഹാഷ്മി, ആ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം കന്നി അംഗമാണ്. പക്ഷേ അവർ അവരുടെ ഈ അവസാന നിമിഷങ്ങൾ കൂടുതൽ ആൾക്കാരെ കണ്ട് അവരുടെ പ്രവർത്തകരെയും അതുപോലെ തന്നെ ജനങ്ങളെയും ഏറ്റവും അവസാനമായി കാണുക എന്നുള്ളതാണ് ആ ശ്രീലേഖ ലക്ഷ്യം വയ്ക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ശാസ്തമംഗലത്താണ്. ശാസ്തമംഗലത്ത് നിമിഷങ്ങൾക്കകം തന്നെ BJPയും UDFും LDFും ഒരു സംഗമ ഭൂമി, അവരുടെ ശക്തി പ്രകടനം കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗമ ഭൂമിയായി ശാസ്തമംഗലം മാറും എന്നുള്ളതാണ്. അതിൽ ആർ ശ്രീലേഖ BJPക്ക് വേണ്ടി ഇറങ്ങുന്നു. ആർ അമൃതയാണ് ശാസ്തമംഗലത്ത് LDF സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ സറ റാണിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അവർ കൊട്ടിക്കയറുകയാണ്. ഇനി നിമിഷങ്ങൾ ആവേശത്തിന്റെ സായനമാണ്. ഇനിയിപ്പോൾ അരമണിക്കൂറിൽ താഴെ മാത്രമേ ബാക്കിയുള്ളൂ. 5 മണി കഴിഞ്ഞ് 32 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അരമണിക്കൂർ 28 മിനിറ്റോളം മാത്രമേ ഈ കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.